നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമസ്കാരം. നമുക്ക് പശ്ചിമ ബംഗാളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വന്നിരിക്കുന്നത് മമതാ ബാനർജിയെ വിട്ട് ഓരോരുത്തരെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ NCPയിലേക്കാണ് എംപിമാർ, തൃണമൂൽ എംപിമാർ പോയത്. അപ്പോൾ NDMI അലയൻസായി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. 60ഓളം MLA-മാരാണ് ഋതുപർണ ബാനർജിക്കൊപ്പം നിയമസഭയിൽ വിട്ടുപോയത്. പിന്നെ മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ ചൊല്ലി അടിയും വഴക്കുമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഓരോരോ നേതാക്കൾക്കിടയിൽ. മമതയ്ക്ക് പാർട്ടി ആസ്ഥാനം വരെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അനന്തരവൻ എഫക്ട് എത്രത്തോളം ഭീകരമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ. ശരിക്കും ഇപ്പോൾ വീണ്ടും ബാനർജി പോയി, ഋതുപർണ പോയി, ഇങ്ങനെ നിരവധി നേതാക്കൾ മമതയെ വിട്ടുപോയി. ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ മമതയുടെ ഒപ്പം നിന്ന ചില അടുത്ത നേതാക്കളും മമതയെ വിട്ട് മമതയ്ക്കെതിരെ പ്രതിഷേധമുയർത്തി, ശബ്ദമുയർത്തി ഇപ്പോൾ കലഹിച്ചു നിൽക്കുന്നു എന്നാണ്. എന്താണ് പ്രശാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ? വളരെ ശരിയാണ് രാജീവ്ജി, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. മമത ചരിത്രത്തിലില്ലാത്ത പ്രതിയാണ് തൃണമൂൽ കോൺഗ്രസും മമതയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അതിന്റെ ഐഡന്റിറ്റി, അതിന്റെ സ്വത്വം തന്നെ മമതയിൽ നിന്ന് പറിച്ചു നടപ്പെടും എന്ന് വ്യക്തമായി കഴിഞ്ഞു. അത് മമതയ്ക്ക് നഷ്ടമാവുകയാണ്. അതായത് മമത തുടങ്ങിവെച്ച, മമത ബീജാവാപം ചെയ്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസിന്റെ പിതൃത്വം സത്യത്തിൽ മമതയ്ക്കാണ്. പക്ഷെ അതിനിപ്പോൾ മമതയിൽ നിന്ന് എടുത്തു മാറ്റി അത് ഋതുപർണ ബാനർജിയിലേക്ക് പോകും എന്നാണ് സമീപകാല സംഭവങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. മമതയോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ചില നേതാക്കളുണ്ട്. കല്യാൺ ബാനർജി, കുനാൽ ഘോഷ്, അതുപോലെ മദൻ മിത്ര. അതിൽ മദൻ മിത്ര MLA ആണ്, പാർട്ടി ചുമതലയുണ്ടായിരുന്നു, ഇതൊക്കെയുണ്ട്. ആ മദൻ മിത്രയാണ് ഏറ്റവും ഒടുവിൽ മമതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മമതയെ പുറങ്കാലിന് തൊഴിച്ചുകൊണ്ട് ഋതുപർണ ബാനർജിക്കൊപ്പം പോകുന്നത്. മമതയ്ക്ക് മുഖമടച്ചു കിട്ടിയ ഒരു അടി കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, മദൻ മിത്ര ആളത്ര ശരിയായ ഒരു നേതാവല്ല. അദ്ദേഹം നിരവധി സാമ്പത്തിക അഴിമതി, ക്രമക്കേട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ അദ്ദേഹവും കുടുംബവും ED അന്വേഷണം നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ മദൻ മിത്ര ഇപ്പോൾ മമതയെ വിട്ടു പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മദൻ മിത്ര മമതയെ വിട്ടു പോകുന്നത്? അതിന് ED കേസാണോ കാരണം? EDയുടെ സമ്മർദ്ദം ഇതിന്റെ പുറകിലുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് മറ്റു ചില വിഷയങ്ങൾ ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് മദൻ മിത്ര പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ മദൻ മിത്ര MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഋതുപർണ ബാനർജിക്കൊപ്പം ചേരുകയാണ്. ഋതുപർണ ബാനർജിക്കൊപ്പം ഏതാണ്ട് 60 MLA-മാരാണ് തുടക്കത്തിൽ, 59 MLA-മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 65-ലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മദൻ മിത്ര ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ചെറുതല്ല. അഭിഷേക് ബാനർജിയുടെ അപ്രമാദിത്വം ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു എന്നാണ് മദൻ മിത്ര ആരോപിക്കുന്നത്. അതായത് അഭിഷേക് ബാനർജി വലിയ രീതിയിൽ ജനവിരുദ്ധത സമ്പാദിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഈ ജനങ്ങളുടെ അപ്രീതി, ജനങ്ങളുടെ വെറുപ്പ് ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 1 വർഷം അല്ലെങ്കിൽ 6 മാസമെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കൂ, ഇവിടെ നിന്ന്, സ്ഥലത്ത് നിന്ന് മാറി നിൽക്കൂ, നിങ്ങൾ ഒരു അജ്ഞാതവാസത്തിന് പോകൂ, കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം. കാരണം ജനങ്ങൾ വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കും എതിരായി കഴിഞ്ഞു. അതിന് ഒരു പരിധിവരെ കാരണം അഭിഷേക് ബാനർജിയുടെ ചെയ്തികളാണ് എന്നാണ് മദൻ മിത്ര ആരോപിക്കുന്നത്. അത് മദൻ മിത്ര മാത്രമല്ല, കല്യാൺ ബാനർജിയും കുനാൽ ഘോഷ് അടക്കമുള്ളവരും ഇതേ അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മദൻ മിത്ര അഭിഷേക് ബാനർജിയോട് നല്ല വാക്ക് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, കുറച്ചു നാളത്തേക്കെങ്കിലും, പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ പാർട്ടി വീണ്ടും ഈ 80 MLA-മാരുണ്ട്, മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ്. പക്ഷെ അതെല്ലാം പാർട്ടിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിപ്പോ ഋതുപർണ ബാനർജിയാണ് മുഖ്യ പ്രതിപക്ഷ നേതാവ്.
ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞ് തീർത്ത് പരിഹാരമുണ്ടാക്കി നമുക്ക് പഴയതുപോലെ ഒറ്റക്കെട്ടാകാം. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. ആ സമയം നിങ്ങൾ ഒന്ന് മാറി നിൽക്കൂ എന്ന് അഭിഷേക് ബാനർജിയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അഭിഷേക് ബാനർജി അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, മദൻ മിത്രയെ കണ്ടമാനം ശകാരിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. മദൻ മിത്ര ഈ അപമാനം സഹിച്ച്. പ്രശാന്ത്, ഒരു സംശയം. പ്രശാന്ത്, ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്? ഈ മദൻ മിത്ര മമതയോട് പറഞ്ഞത് മാറി നിൽക്കാൻ ഏത് പാർട്ടിയാണ്? തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ അപ്പല്ലേ മമതാ ബാനർജിക്കൊപ്പമല്ലേ തൃണമൂൽ കോൺഗ്രസ്? ശരിക്കും യഥാർത്ഥ പാർട്ടി പിടിച്ചെടുത്തല്ലോ. അതെ, അല്ല, ശരിയാണ്. രാജേഷ് ജി ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇപ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് വന്നിട്ടില്ല. സ്പീക്കറാണ് ഋതംബര ബാനർജി. അല്ല, ശരിയാണ് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോഴും ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മമതയുടേതാണ് എന്ന് നമുക്ക് പറയാനേ കഴിയുള്ളൂ. കാരണം ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഈ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം ഈ പറഞ്ഞതുപോലെ മുഖ്യമല്ല, പ്രതിപക്ഷ സ്ഥാനം ഒന്നേ ഉള്ളൂ. പ്രതിപക്ഷ നേതൃസ്ഥാനം ഋതംബര ബാനർജിക്ക് കൊടുത്തു കഴിഞ്ഞു. അത് സ്പീക്കറാണ് ചെയ്തത്. ഇനി ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം ആർക്ക്, തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യകർത്താക്കൾ ആരാണ് എന്നാണ് തീരുമാനിക്കപ്പെടേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ ആസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. അവിടെ നിന്നൊക്കെ മമത ഇറക്കി വിട്ടു. പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം വരണം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ തൃണമൂലും മമതയുമായിട്ടുള്ള സർവ്വബന്ധവും അവസാനിച്ചു കഴിഞ്ഞു. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർക്കിപ്പോഴും മദൻ മിത്ര അടക്കമുള്ള കല്യാൺ ബാനർജി, കുനാൽ ഘോഷ് അടക്കമുള്ളവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പഴയതുപോലെ ഋതംബര ബാനർജിയെയും കൂട്ടരെയും തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തി എടുക്കാം, തൃണമൂലിനെ ഒരുമിപ്പിച്ച് നിർത്താം, ഈ പിളർപ്പ് ഒഴിവാക്കാം എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോ ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അഭിഷേക് ബാനർജി മുന്നോട്ട് പോകുന്നത്. അഭിഷേക് ബാനർജി ഇതിനൊന്നും വഴങ്ങുന്നില്ല. മുതിർന്ന നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒട്ടും തന്നെ ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് ആ മാടമ്പിത്തരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മമതയുടെ അനന്തരവനല്ലേ, നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ പക്ഷേ ഇതിന് ചില മാധ്യമങ്ങളും തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും കൊടുക്കുന്ന, അതായത് മമതയ്ക്ക് ഒപ്പമുള്ള ചിലർ പറയുന്ന ന്യായം, മദൻ മിത്രയ്ക്കെതിരെ ED കേസുണ്ട്. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമന അഴിമതി നമുക്കറിയാം. അവിടെ വലിയ ശതകോടികളുടെ അഴിമതി നടന്ന ഒരു സംഭവമാണ്. ആ കേസിൽ ED അന്വേഷണം നടക്കുന്നുണ്ട്. ED ഈ ഇദ്ദേഹത്തിന്റെ മിത്രയുടെ ഭാര്യയ്ക്കും 2 മക്കൾക്കുമെതിരെ സമൻസ് അയച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സമൻസ് ആണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം EDയിൽ നിന്നുണ്ടാകുന്നു. ഇദ്ദേഹം മമതയെ വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് പോകണം. അതായത് ഋതംബര ബാനർജിക്കൊപ്പമോ BJPക്കൊപ്പമോ ഒക്കെ ചേരണം എന്നുള്ളതാണ് EDയുടെ സമ്മർദ്ദം എന്നൊക്കെയാണ് മമതയ്ക്കൊപ്പമുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അതിനകത്ത് എനിക്ക് വലിയ യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഋതംബര ബാനർജി ഒരിക്കലും BJPക്കൊപ്പമല്ല. അദ്ദേഹം BJP സർക്കാരിനെ എതിർത്തുകൊണ്ടാണ് അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്നത്. ആ കൂട്ടത്തിലേക്കാണ് മിത്ര പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് EDയുടെ സമ്മർദ്ദമുണ്ട്, BJPയുടെ സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിസഹമാണ് നമുക്ക് കരുതാൻ കഴിയില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ അഭിഷേക് ബാനർജിയുമായിട്ടുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം, അതാണ് മദൻ മിത്രയെ പോലെയുള്ള ആൾക്കാരെ മമതയുടെ ക്യാമ്പിൽ നിന്ന് ഋതംബരയുടെ ക്യാമ്പിലേക്ക് പറിച്ച് നടപ്പെടാൻ കാരണം. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഋതംബര ബാനർജി ഓരോ ദിവസം കഴിയും തോറും കൂടെയുള്ള MLA-മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. മമതയ്ക്കൊപ്പമുള്ള MLA-മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മമത കൊണ്ടുവന്ന അവിടുത്തെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് കൊണ്ടുവന്ന ആ ലേഡി പോലും മമതയെ ഉപേക്ഷിച്ച് പുറത്തുപോയി. തൃണമൂൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മമതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. എല്ലാ അർത്ഥത്തിലും
മമത തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മമത പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനം പറയണം. തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നമാർക്ക്, തൃണമൂൽ കോൺഗ്രസിന്റെ പതാക ആർക്കാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാനം ആർക്കാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ, പണം ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആർക്കാണ് തുടങ്ങിയ കാര്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം പറയേണ്ടിയിരിക്കുന്നു. അതിന് ഒരല്പം കൂടി സമയമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തും. നമ്മളത് ശരത് പവാറിന്റെ കാര്യത്തിൽ, അതുപോലെ ഉദ്ധവ് താക്കറെയുടെ കാര്യത്തിലൊക്കെ മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. അതിന് ഒരു ചെറിയൊരു കാലയളവുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മമത പരിപൂർണമായിട്ടും തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വെടിയേണ്ടി വരും. അതിൽ നിന്ന് മമത പുറത്താകും എന്നുള്ളതാണ്. മമതയും മമതയ്ക്കൊപ്പമുള്ളവരും. അതിൽ ഈ ബാക്കി വരുന്ന MLA-മാർ ഇനി എത്ര പേർ എത്ര നാൾ മമതയോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. അവരും താമസം വിന ഋതപ്രത ബാനർജിക്കൊപ്പം ചേരുകയോ BJP-ക്കൊപ്പം പോവുകയോ ചെയ്യും. BJP-ക്കൊപ്പം പോകാൻ അവർ ശ്രമിച്ചാൽ ഒരു പക്ഷേ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ അവർക്ക് വന്നേക്കും. പക്ഷെ ഋതപ്രത ബാനർജിക്കൊപ്പം പോവുകയാണെങ്കിൽ നിയമപരമായ കുരുക്കുകൾ ഉണ്ടാകില്ല. കാരണം അവരിപ്പോഴും തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവരും. അതുകൊണ്ട് ഈ ഔദ്യോഗികമായ ചുട്ടവട്ടങ്ങൾ മുഴുവനും ഋതപ്രത ബാനർജിയുടെ തൃണമൂൽ വിഭാഗത്തിന് ചെന്ന് ചേരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിയമപരമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ മദൻ മിത്രയുടെ കാര്യത്തിൽ ഈ ED സമ്മർദ്ദം എന്നുള്ള കഥ എത്ര ശരിയാണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ED സമ്മർദ്ദമായിരുന്നെങ്കിൽ അദ്ദേഹം മറ്റൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. പകരം അദ്ദേഹം BJP-യെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഋതപ്രത ബാനർജിക്കൊപ്പം തന്നെ പോയി. പിന്നെ ബംഗാൾ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനോ CPM-നോ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാവുന്ന തരത്തിലല്ല കാര്യങ്ങൾ. മറിച്ച് മമതയ്ക്കൊപ്പം നിൽക്കുന്ന മമതയുടെ പാർട്ടിയായ തൃണമൂലിന് തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രതിപക്ഷമായ ഇത്. പക്ഷെ അതിൽ മമതയ്ക്ക് റോളൊന്നുമില്ല. പകരം ഋതപ്രത ബാനർജിക്കാണ് റോള്. അത് സ്പീക്കർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ബംഗാളിലെ രാഷ്ട്രീയം. ആകെ കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, MLA-മാർ ഓരോരുത്തരായിട്ട് മമതയെ വിട പറയുന്നു, മമതയോട് വിട പറയുന്നു, മമതയെ തള്ളിപ്പറയുന്നു. അവർ ഋതപ്രത ബാനർജിക്കൊപ്പം ചേരുകയാണ്. ഇതാണ് ബംഗാളിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ കാഴ്ച. പ്രശാന്ത്, ഇനി അറിയേണ്ടത് 2.5 വർഷമായിട്ട് ED ആക്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുന്ന ഷാജഹാൻ ഷെയ്ഖ് എന്നാണ് മമതയെ തള്ളി പറയുന്നത്. കാരണം മറ്റുള്ളവർ ഏതാണ്ടൊക്കെ പാർട്ടികൾ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ഷാജഹാൻ ഇനി എന്ന് തള്ളി പറയുമെന്നാണ് ഇനി അറിയേണ്ടത്, അല്ലേ? അല്ല, വൈകാതെ ഷാജഹാനും മമതയെ തള്ളിപ്പറയും. ഷാജഹാൻ മാത്രമല്ല, മമതയ്ക്കൊപ്പം നിൽക്കുന്ന അഭിഷേക് ബാനർജി ഒഴിച്ച് ബാക്കി എല്ലാവരും, കല്യാൺ ബാനർജിയും കുനാൽ ഘോഷും അടക്കമുള്ളവർ മമതയെ തള്ളിപ്പറഞ്ഞ് ഋതപ്രത ബാനർജിക്കൊപ്പം പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിന് എത്ര നാളെടുക്കും എന്നുള്ളതാണ് വിഷയം. ഈ ഷാജഹാൻ ഷെയ്ഖിന് ഇനി മമതയ്ക്കൊപ്പം നിൽക്കുന്നത് കൂടുതൽ അപകടമാണ്. കാരണം ഇപ്പുറത്ത് BJP സർക്കാർ വന്നു കഴിഞ്ഞു. അപ്പോൾ ED-യുടെ കേസ് മാത്രമല്ല, ഷാജഹാൻ ഷെയ്ഖിന്റെ പേരിൽ വേറെയും കേസുകളുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ നടന്ന അക്രമത്തിൽ ഏതാണ്ട് 54 BJP പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 100 കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇതെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ, പ്രവർത്തകർ ഒക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇത് അന്ന് വലിയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമാണ്. കൽക്കട്ട ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒക്കെ നിയോഗിക്കേണ്ടി വന്നു. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവർക്ക് ഇനി തുടർന്നുള്ള കാലം അഴിയെണ്ണി തീർക്കാമോ എന്നൊരു ചോദ്യം കൂടി അതിനകത്തുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് ഇവർ ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കും. ഇനി മമതയ്ക്കൊപ്പം നിൽക്കുന്നത് പന്തിയല്ല, അത് ഗുണം ചെയ്യില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു രാഷ്ട്രീയ സംരക്ഷണം വേണമല്ലോ. ആ രാഷ്ട്രീയ സംരക്ഷണം ഒന്നുകിൽ ഭരണപക്ഷത്തുനിന്ന് കിട്ടണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുനിന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട്
പ്രതിപക്ഷത്തുനിന്ന് അത് കിട്ടാൻ ഭരണപക്ഷത്തുനിന്ന് അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തുനിന്നെങ്കിലും അത് കിട്ടണമല്ലോ എന്ന് വെച്ച് അവർ ഋതപ്രത ബാനർജിക്ക് ഒപ്പം പോകാനാണ് സാധ്യത. അത് ഷാജഹാൻ ഷെയ്ഖ് ആണെങ്കിലും ആരാണെങ്കിലും. പ്രശാന്ത്, ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന് എന്തായാലും പശ്ചിമ ബംഗാളിലെ ഈ മമത ഫൈറ്റ് വളരെ ഗുണകരമാണ്. അതായത് രാജ്യസഭയിലും രാജ്യസഭയിൽ എനിക്ക് തോന്നുന്നുണ്ട് 6 എംപിമാരുടെ ഭൂരിപക്ഷം കൂടി മതി കേവല ഭൂരിപക്ഷത്തിലേക്ക്. ലോക്സഭയിലും ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. NCPI ആണ് തൃണമൂലിൽ നിന്ന് വിട്ടുപോയ MPയുമായി ചേർന്നിട്ടാണ് ഇപ്പോൾ NDA കടശേരിക്കുന്നത്. പവാർ, മഹാരാഷ്ട്രയിലെ പവാർ ഫാക്ടർ, ശരത് പവാറിന്റെ പാർട്ടി NCP പാർട്ടി വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അവർ കേന്ദ്ര സർക്കാരെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ മഹാരാഷ്ട്രയും പശ്ചിമ ബംഗാളും എല്ലാം ചേർന്ന് BJP സർക്കാരിനെ ദേശീയ തലത്തിൽ കേന്ദ്ര പാർലമെന്റിൽ സ്ഥിരപ്പെടുത്തുന്നതിന്റെ ഒരു നീക്കങ്ങളിൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കാണുന്നത്. വളരെ ശരിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയ ഒരു മെജോറിറ്റിയിലേക്ക് BJP വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 3/2 ഭൂരിപക്ഷം ആർജിക്കുക എന്നുള്ളതാണ് BJPയുടെ തന്ത്രം. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, രാജ്യസഭയിൽ കേവലം 6 സീറ്റുകളുടെ മാത്രം കുറവേ ഉള്ളൂ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ. അത് BJPക്ക് NDA സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ട്. മാത്രമല്ല അവിടെ ഈ BJPയുടെ പക്ഷത്തേക്ക് രാജ്യസഭാ MPമാർ കൂടുതലായിട്ട് വന്നു ചേരുമ്പോൾ അവർ രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷം തികയ്ക്കും. പിന്നെ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 22 സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭരണമുണ്ട്. ഇനി അവർക്ക് വേണ്ടത് ലോക്സഭയിൽ മാത്രമാണ് 3/2 ഭൂരിപക്ഷം. അതും അവർ താമസിയാതെ ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിലെ അന്തഛിദ്രം മുതലെടുത്തുകൊണ്ട് BJP അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് BJP കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ലോക്സഭയിലും NDAക്ക് 3/2 ഭൂരിപക്ഷം MPമാരുടെ പിന്തുണ ഉറപ്പാക്കും. അതിലേക്കാണ് BJPയുടെ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും BJPക്ക് വലിയ ആയാസമില്ലാതെ ഈ പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അതിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതിന് ഈ തൃണമൂലിന്റെ തകർച്ച, ശിവസേനയുടെ തകർച്ച, NCPയുടെ തകർച്ച ഒക്കെ, അതായത് ഈ പറഞ്ഞ NCPയും ശിവസേനയെ പോലെയുള്ള പാർട്ടികൾ NDAക്ക് ഒപ്പമായിരുന്നു ഒരു കാലത്ത്. അവർ വേർപിരിഞ്ഞ് ഇവരോടൊപ്പം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം പോയതാണ്. പക്ഷെ അതിനെ വളരെ സമർത്ഥമായിട്ട് രാഷ്ട്രീയമായി തകർത്ത് ശിവസേന എന്നുള്ള പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി അവരുടെ പുതിയ ഒരു രൂപത്തിൽ അവരെ പിടിച്ചെടുത്ത് NDAക്ക് ഒപ്പം കൊണ്ടുവന്നിരിക്കുകയാണ് BJP. ഒപ്പം മഹാരാഷ്ട്രയിൽ NCPയുടെ സമ്പൂർണമായ പിന്തുണ BJP ഉറപ്പാക്കുന്നു. അതുപോലെ തൃണമൂൽ കോൺഗ്രസും പാടെ തകർന്ന് അവരുടെ രാജ്യസഭാ MPമാരും ലോക്സഭാ MPമാരും BJPയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി 2 സ്ഥലത്താണ് BJPക്ക് എതിരുള്ളത്, ഇന്ത്യ സഖ്യത്തിന് MPമാരുള്ളത്. കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒന്ന് നമ്മുടെ ഉത്തർപ്രദേശില് അഖിലേഷ് യാദവിന്റെ പാർട്ടി, സമാജ്വാദി പാർട്ടിയുടെ MPമാർ, അതുപോലെ അവിടെ നിന്നുള്ള രാജ്യസഭാ MPമാർ. രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ MPമാർ, അവരുടെ രാജ്യസഭാ MPമാർ. ഈ 2 കൂട്ടരും, അതിൽ DMK വലിയ പ്രയാസമൊന്നും കൂടാതെ വിഷയാധിഷ്ഠിത, ഇപ്പൊ ശരത് പവാർ വിഭാഗം കൊടുക്കുന്നത് പോലെ വിഷയാധിഷ്ഠിത പിന്തുണ ഇവർക്ക് കൊടുക്കും. അതായത് NDA സഖ്യത്തിന് കൊടുക്കും. പ്രത്യേകിച്ചും ഈ വനിതാ സംവരണ ബില്ലില്, മണ്ഡല പുനർനിർണയം, ഈ കാര്യത്തിലൊക്കെ 3/2 ഭൂരിപക്ഷം എത്തിക്കാൻ വേണ്ട പിന്തുണ DMK കൊടുക്കും. ഇല്ലെങ്കിൽ DMKക്ക് രാഷ്ട്രീയമായിട്ട് വലിയ അപകടങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അവർക്കറിയാം. നിരവധി ED കേസുകൾ തമിഴ്നാട്ടിലെ അഴിമതി സംബന്ധിച്ച് ED രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന നിരവധി കേസുകളുണ്ട്. അതുപോലെ തന്നെ CBI അന്വേഷണം നടക്കുന്ന കേസുകളുണ്ട്. ഇതൊക്കെ സ്റ്റാലിന് അറിയാം അതിന്റെ അപകടം എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് സ്റ്റാലിൻ NDA മുന്നണിയിൽ ചേരാതെ ഒരു വിഷയാധിഷ്ഠിത പിന്തുണ കൊടുക്കും. അതുപോലെ ഒറീസയിൽ നിന്ന് നമുക്കറിയാം പട്നായിക്കിന്റെ കക്ഷികളൊക്കെ BJPയെ പിന്തുണയ്ക്കും. കാരണം അവര് വനിതാ സംവരണ ബില്ലിന് അനുകൂലമാണ്. അതുകൊണ്ട് അവർ BJPയെ പിന്തുണയ്ക്കും. അതുപോലെ ആന്ധ്രയിൽ നിന്ന് ഭരിക്കുന്നത് BJP സഖ്യമാണെങ്കിലും NDA സഖ്യമാണെങ്കിലും അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്കും
അവിടെ അത്യാവശ്യം സ്വാധീനമുണ്ട്, അവരുടെ എം പിമാരുണ്ട്, രാജ്യസഭ എം പിമാരുണ്ട്, അവരും ബി ജെ പിയെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പിന്നെ ബി ജെ പിക്ക് കോൺഗ്രസിനോടൊപ്പം ബി ജെ പി എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു കക്ഷി സമാജ്വാദി പാർട്ടിയാണ്. ആ സമാജ്വാദി പാർട്ടിയെ ബി ജെ പി സമർത്ഥമായിട്ട് യു പിയിൽ കടപുഴക്കാനുള്ള സാധ്യതയുണ്ട്, ആ പാർട്ടിയെ പിളർത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് ചെയ്യാനുള്ള കരുത്ത് ബി ജെ പിക്കുണ്ട്. നമ്മൾ തന്നെ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. അഖിലേഷ് യാദവിന്റെ പാർട്ടിയിൽ എം പിമാർ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിൽക്കണ്ട എന്ന് ശക്തിയുക്തം വാദിക്കുന്ന നിരവധി എം പിമാർ അതിനകത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. ഈ പറഞ്ഞതുപോലെ ഇത്രയും പേരുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് 2/3 ഭൂരിപക്ഷവുമായിട്ട് ബി ജെ പി ഉദ്ദേശിക്കുന്ന തരത്തിൽ വനിതാ സംവരണ ബില്ല് പാസാക്കിയെടുക്കും, മണ്ഡല പുനർനിർണയം നടത്തും. 2029 വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആ ലക്ഷ്യം, ആ അജണ്ട ബി ജെ പി സാധിക്കും എന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നന്ദി പ്രശാന്ത്. എന്തായാലും മമതാ ബാനർജിയുടെ കയ്യിരിപ്പ് കൊണ്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടാകുന്നത് കാണാം. എന്തായാലും നന്ദി. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.